അപ്പോൾ പൗരത്വം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. പൗരത്വം മാത്രം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ വാക്ക് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. ചെയ്തികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ റിയാസ് മൗലവിയുടെ ഇഷ്യൂ വന്നു. പൗരത്വത്തിൽ പറഞ്ഞത് മുഴുവൻ ഒറ്റ കോടതി വിധി കൊണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം എന്താ, വർത്താനേ ഉള്ളൂ, അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതി അവർക്കില്ല. യഥാർത്ഥ വിഷയങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മൈക്കിലൂടെ ഇങ്ങനെ തള്ളി പോയാൽ ഇപ്പോൾ RSSകാരെ ഈ കേസിൽ രക്ഷപ്പെടുത്തി, അതുപോലെ തന്നെ പല കേസുകളും അവർ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വേഗം മനസ്സിലാവും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പൗരത്വം ഇവിടെ ഇപ്പോൾ UDF വന്നാലും LDF വന്നാലും കേരളത്തിൽ നടപ്പിലാക്കൂല. പക്ഷെ അത് കേരളത്തിലെ പ്രശ്നമല്ലല്ലോ. പൗരത്വം അതിൽ പക്ഷപാതം കാണിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമേ. കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.